രാഹുൽ ഈശ്വർ, താങ്കൾക്കെതിരെ താങ്കളുടെ അമ്മയ്ക്കെതിരെ ഈ വിഷയത്തിൽ കേസെടുത്തതാണ് പിണറായി സർക്കാർ. അതേ പിണറായി സർക്കാർ ഇത്രയും കാലം പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇനി ആചാര സംരക്ഷണത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാടിലേക്ക് മാറുകയാണ്. വിജയമായി കാണുന്നുണ്ടോ? മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇപ്പോ ആര് അയ്യപ്പ വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്താലും അവരെ സ്വാഗതം ചെയ്യുകയാണ് അയ്യപ്പ വിശ്വാസികൾ ചെയ്യുക. ആദ്യഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിച്ചും മറ്റും ശബരിമല അയ്യപ്പനെതിരെയും വിശ്വാസത്തിനെതിരെയുമാണ് നിലപാടെടുത്തത്. എന്നാൽ ഇന്ന് എല്ലാ പാർട്ടികളും BJP, കോൺഗ്രസ്, CPM അടക്കം അയ്യപ്പ വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വാസി എന്ന രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. രണ്ട്, അന്നെടുത്ത പല കേസുകളും 10,000-കണക്കിന് ആൾക്കാർക്കെതിരെ കേസെടുത്തു. ആ കേസുകളൊന്നും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇപ്പൊ സർക്കാർ ആത്മാർത്ഥമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുറക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കണം. മൂന്ന്, ഏറ്റവും വിനയത്തോടെ പറഞ്ഞോട്ടെ, ആരെന്ത് നിലപാടെടുത്താലും കുഴപ്പമില്ല, ശബരിമല യുവതികൾ കയറില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് AD 2026 AD 3000 ആണെങ്കിലും ശബരിമല യുവതികൾ കയറാൻ പോകുന്നില്ല. കാര്യം അത് അയ്യപ്പന്റെ നിശ്ചയമാണ്, അയ്യപ്പന്റെ തീരുമാനമാണ്. ആ അയ്യപ്പന്റെ തീരുമാനത്തെ ചില ആൾക്കാർ ബോധപൂർവം വളച്ചൊടിച്ച് കോടതിയിൽ പ്രസന്റ് ചെയ്ത് കോടതികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ വിധി വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറാറുണ്ട്. ശബരിമലയിൽ ആകെ പ്രശ്നമുള്ളത് ഒരു യുവതികൾക്ക് പ്രായ നിയന്ത്രണം മാത്രമാണ്. അതിന്റെ കാരണം അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന വിഷയമാണ്. അപ്പൊ ഈ വിഷയങ്ങളെയെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് സർക്കാർ, ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയാൻ കഴിയുമോ? അഫിഡവിറ്റിൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം അത്ര അനുകൂലിക്കാത്ത മനുസ്മൃതി വരെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹിന്ദു മതത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം ആ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, KC മോഹനവർമ്മയെ കൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് ശബരിമലയിൽ പോകുന്ന സമയത്ത് പുലിയുടെ ആക്രമണം ഉണ്ടാകുമായിരുന്നു, അതുകൊണ്ട് സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അങ്ങനെ പറഞ്ഞ KC മോഹനവർമ്മയുടെ അഭിപ്രായം, അമ്പലപ്പുഴ രാമവർമ്മയുടെ അഭിപ്രായം, അങ്ങനെ കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റ ശേഖരിച്ച് എന്തുകൊണ്ട് സ്ത്രീകൾ കയറണം എന്നാണ് അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് സർക്കാർ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതാകുമോ? അല്ല, അങ്ങനെയല്ല. സർക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നല്ല, ഞാൻ ആരെയും കുറ്റം പറയേണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ്. CPM സർക്കാർ വിശ്വാസികളെയും ഹിന്ദുമത വിശ്വാസികളെയും അയ്യപ്പ വിശ്വാസികളെയും ദ്രോഹിക്കാൻ തന്നെ ചെയ്തതാണ്. ഇനി അവർ നിലപാട് മാറി വരുന്ന അവസരത്തിൽ അവരെയും കുത്തി നോവിക്കണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ശബരിമലയിൽ സ്ത്രീകൾ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ശബരിമലയിൽ നിന്ന് ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തിയാണ്. എന്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്. 82 വയസ്സായിരുന്നു പ്രായം. രണ്ടാമത് അറസ്റ്റ് ചെയ്ത എന്റെ അമ്മയാണ്. ഇവരെല്ലാം സ്ത്രീകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വലിയ കള്ളമാണ്. ചില പ്രമുഖ ആൾക്കാരുടെ പേര് പറഞ്ഞു, അവരുടെ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ശബരിമലയിൽ പുലി പിടിക്കുന്ന പ്രശ്നം കൊണ്ടാണ് സ്ത്രീകൾ പോകാത്തെങ്കിൽ 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ കൊണ്ടുപോകാനല്ലേ കൂടുതൽ ബുദ്ധിമുട്ട്. പുലി പിടിക്കുന്ന പ്രശ്നം കൊണ്ടാണെങ്കിൽ 50 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്ക് പോകാനല്ലേ കൂടുതൽ ബുദ്ധിമുട്ട്. അവർക്കല്ലേ ഓടി രക്ഷപ്പെടാൻ പറ്റാതിരിക്കുക. അപ്പോ ചില പ്രമുഖരെ കൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും നട്ടാൽ കുരുക്കാത്ത ചില കള്ളത്തരങ്ങൾ പറയുകയല്ലേ ചെയ്തത്. ശബരിമലയിൽ ഓൾറെഡി ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നില്ലേ? ഒരു പ്രായ നിയന്ത്രണമല്ലേ ഉള്ളൂ. ഈ പ്രായ നിയന്ത്രണത്തെ അനാവശ്യമായ മെൻസുറേഷനുമായിട്ടും മറ്റും ബന്ധപ്പെടുത്തി ആൾക്കാർ വിവാദം ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പറയുന്നത് അത് നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണ്, താന്ത്രിക ആഗമ സിസ്റ്റം പ്രകാരം. ഇത് കാരണം ശബരിമല യുവതികൾ കയറാറില്ല. ഇത്രയേ ഉള്ളൂ കാരണം, വേറെ ഒരു അന്താരാഷ്ട്ര കാരണങ്ങളും ഇല്ല. എന്തായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ തങ്ങളുടെ ഉത്തരവിന് ഒരു അപാകതയുണ്ടെന്ന് കണ്ട് അത് ബെഞ്ചിലേക്ക് വിടുകയും ഇപ്പോൾ 9-അംഗ ബെഞ്ചിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ ഒരു 5-അംഗ ബെഞ്ചിന്റെ വിധി വിശ്വാസികൾ പോരാട്ടത്തിലൂടെ മറികടന്നത്, അതിജീവിച്ചത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലും ലോകത്തെ 6 രാജ്യങ്ങളിലും ശബരിമല പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിശ്വാസ ജനാധിപത്യ പ്രക്ഷോഭങ്ങളായിരുന്നു ശബരിമല. അത് വിജയിക്കുകയും സുപ്രീം കോടതിയുടെ തെറ്റായൊരു വിധി നമുക്ക് മറികടക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ നീതിന്യായ ചരിത്രത്തിലും വിശ്വാസ ചരിത്രത്തിലും സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ പോരാടുന്നത് വിശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഭരണഘടനയ്ക്ക് കൂടി വേണ്ടിയാണ്. ആർട്ടിക്കിൾ 25-നും 26-നും വേണ്ടിയാണ്. ഇന്നത്തെ കാഴ്ച എന്താ? സാക്ഷാൽ നമ്മുടെ സ്വാമി അയ്യപ്പൻ എല്ലാ മതങ്ങൾക്കും ഒരു സംരക്ഷക കവചമായി മാറിയിരിക്കുന്നു. അതായത് സ്വാമി അയ്യപ്പൻ ആർട്ടിക്കിൾ 25-നെ സംരക്ഷിക്കുന്ന ദേവനായി മാറുകയും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കമുള്ള എല്ലാ വിഭാഗങ്ങൾ മതങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, എല്ലാ വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റം തടയുന്ന രീതിയിൽ ഒരു സംരക്ഷക കവചമായി മാറിയത് ഓരോ അയ്യപ്പ വിശ്വാസിക്കും ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അതുകൊണ്ട് സർക്കാർ നിലപാട് മാറ്റിയപ്പോൾ ഇനിയും പഴയ കാര്യം പറഞ്ഞവരെ കുത്തി നോവിക്കണ്ട.